നന്നായി റെസ്റ്റ് എടുക്കണം. ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. ഇനി ബാക്കിയുള്ള കാഴ്ചകളുമായി അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ്. വീഡിയോയ്ക്കായി കാത്തിരിക്കുക. സമയം 8 മണിയായി. ഞങ്ങളുടെ ചിക്ക്മാംഗ്ലൂരിലെ ആദ്യത്തെ ഹോട്ടൽ ഞങ്ങൾ വെക്കേറ്റ് ചെയ്തിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങള് റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് നമുക്കിവിടെ ഇവരെ ഹോട്ടലിൽ താമസിക്കുന്ന പകരം കോംപ്ലിമെന്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് രാവിലെ. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങള് ഹോട്ടൽ വെക്കേറ്റ് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ചിക്ക്മാംഗ്ലൂരിൽ നിന്ന് നമ്മളിപ്പോ മുല്യാനഗിരി എന്ന സ്ഥലത്തേക്ക് പോവാണ്. ഏകദേശം 1 മണിക്കൂർ യാത്രയാണുള്ളത്. മുല്യാനഗിരി വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു മലയുടെ മുകളിലേക്ക് നമ്മൾ കുറെ വണ്ടി പോകും. അവിടുന്ന് ജീപ്പിലൊക്കെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ മഴയായതുകൊണ്ട് ചിലപ്പോൾ അത് നടക്കുമോ എന്നറിയില്ല. മഴ സമയത്ത് ട്രക്കിംഗ് ഇല്ല എന്നാണ് പറഞ്ഞത്. എങ്കിൽ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാണ്. 1 മണിക്കൂർ യാത്രയാണുള്ളത്. മുല്യാനഗിരിയിലേക്കുള്ള ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ അവിടെ 50 ദിർഹംസ് കൊടുക്കണം. 50 ദിർഹംസ് കൊടുത്ത് നല്ല യാത്രയുണ്ട് മുകളിലേക്ക്. പക്ഷെ നമുക്കൊരിക്കലും മടുക്കാൻ പറ്റാത്ത യാത്രയാണ്. കാരണം അതുപോലെ ഇടതൂർന്ന ഫോറസ്റ്റിലൂടെയുള്ള യാത്രയാണ്. വാവ്, അമേസിംഗ്. മുല്യാനഗിരിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി ഒന്നും കൂടി ആസ്വദിക്കാൻ വേണ്ടി രണ്ട് താഴോട്ട് നോക്കുമ്പോണ്ടല്ലോ അതിഭീകരമായ കാഴ്ചയാണ്. കർണാടകയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മുല്ലയനഗിരി. സമുദ്രനിരപ്പിൽ നിന്നും 1317 അടി ഉയരമുള്ള ഈ കൊടുമുടി ഹിമാലയത്തിനും നീലഗിരിക്കും ഇടയിലുള്ള ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായി കണക്കാക്കപ്പെടുന്നു. മുല്ലയനഗിരി കർണാടകയിലെ ഏറ്റവും മികച്ച ട്രക്കിംഗ് പാതകളിൽ ഒന്നുമാണ്. കൊടുമുടിയിലെ ഒരു ചെറിയ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. കൊടുമുടിക്ക് സമീപമുള്ള ഗുഹയിൽ ധ്യാനിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്ന മുല്ലപ്പ സ്വാമി എന്ന മുനിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. പ്രകൃതി സ്നേഹികളുടെ പറുദീസയും ദക്ഷിണ കർണാടകയിലെ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലവുമാണ് മുല്ലയനഗിരി. അങ്ങനെ ഞങ്ങള് ഗിരിയിലേക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് മറ്റൊരു സ്ഥലം കിട്ടി. എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ടില്ല, കാരണം ഇവിടെ ഫോട്ടോ പിടിച്ച് നടക്കാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ നല്ല കാറ്റാണ്. നമുക്ക് ഇവിടെ താഴേക്ക് ജമ്പ് ചെയ്യാം ഇങ്ങനെ. അവിടെ നിന്നും ഇറങ്ങി കൊടും മഞ്ഞിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര പുനരാരംഭിച്ചു. ഒരുപാട് ദൂരം മുകളിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരുപാട് ജീപ്പുകളൊക്കെ നിർത്തിയിട്ട സ്ഥലം കണ്ടു. നമ്മള് മുകളിൽ ഹിൽസിലേക്ക് പോകുന്ന വഴിയിൽ താഴെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഇഷ്ടംപോലെ ജീപ്പ് നിർത്തിയിട്ട് കണ്ടോ. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ജീപ്പ് എടുത്തിട്ട് നമുക്ക് വാട്ടർഫാൾസിൽ പോയിട്ട് നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം. തിരിച്ചു വന്ന് നമുക്ക് വണ്ടി എത്തിട്ട് വേണം മുകളിലോട്ട് ഹില്ലിലേക്ക് പോവാം. 800 കടിമೆ ಆಗುದಿಲ್ಲ ಏನು ജീപ്പിന് ഒരാൾക്ക് ഒരു ഫുൾ ജീപ്പിന് 800 ഷെയറിംഗ് കിട്ടും. നമ്മൾ ഇവിടുന്ന് ഒരു ജീപ്പ് നമുക്ക് മാത്രമായിട്ട് എത്തിക്കുകയാണ് 800 രൂപ. പക്കാ ഓഫ് റോഡ് വെച്ച രക്ഷയില്ല. നമ്മളെ ഡ്രൈവർ ഉസ്മാനാണ്. നമ്മള് ഭയങ്കര എക്സ്പെർട്ടാണ്. आप कितने साल से इधर गाड़ी चलाते हैं? सर मैं 1 साल हुआ. നിബിഡമായ ഈ വനത്തിലൂടെ കുത്തനെയുള്ള ഇറക്കങ്ങളും കയറ്റങ്ങളും ഒക്കെയായി, അതും പക്ക ഓഫ് റോഡിലൂടെയുള്ള ഈ ജീപ്പ് യാത്രക്ക് ഏകദേശം 2 വശങ്ങളിലേക്കുമായി 12 കിലോമീറ്ററോളമാണ് സഞ്ചരിക്കാനുള്ളത്. അങ്ങനെ ഞങ്ങള് അതിസാഹസികമായ ജീപ്പ് യാത്ര കഴിഞ്ഞ് ഒരു സ്ഥലത്തെത്തിച്ചേർന്നു. അപ്പൊ നമ്മള് ജീപ്പ് ഇവിടം വരെ വരുള്ളൂ. അപ്പൊ ആ ജീപ്പ് ഇറങ്ങിയിട്ട് നമ്മൾ ഏകദേശം ഇവിടുന്ന് ഒരു 200 മീറ്ററോളം നടക്കാനുണ്ട്. ഈ ഫോറസ്റ്റിലൂടെ 200 മീറ്റർ നടന്നു കഴിയുമ്പോൾ നമുക്ക് വാട്ടർഫാൾസ് കാണാൻ പറ്റും. ഇതാണ് ചിക്ക്മാംഗ്ലൂരിലെ ജെറി വാട്ടർഫാൾ. മുമ്പിലാണുള്ളത്. നമ്മള് മ്യൂസിയത്തിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര ഹൈറ്റിലാണ് ഇതുള്ളത്.
മങ്കീസ്. ജെറി ഫാൾസിന്റെ ഭംഗി വേണ്ടുവോളം ആസ്വദിച്ച് ഞങ്ങൾ ജീപ്പിൽ കയറി വീണ്ടും തിരിച്ച് ഞങ്ങൾ കാർ വെച്ച സ്ഥലത്തേക്ക് മുത്തോടി എന്ന സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഉണ്ട്. അവിടെ സഫാരി എന്നെല്ലാം കണ്ടു ഗൂഗിളിൽ. അപ്പം അത് വെച്ചിട്ട് പോകുന്നതാണ്. നമ്മൾ രാവിലെ പോയ ആ ഫാൾസിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്താണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതും നല്ല ഒരു ഫോറസ്റ്റിലൂടെയും ഇതുപോലെയുള്ള വില്ലേജിൽ കൂടിയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഇവിടെ ഒരു സ്നാക്സിന്റെ ഷോപ്പ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് വാങ്ങിച്ചിട്ട് പോകാന്ന് വെച്ചിട്ടൊന്നും പറഞ്ഞു. ബാന്ദ്ര ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്കുള്ള യാത്ര തുടരുകയാണ്. മിക്കവാറും ഫോറസ്റ്റ് ലെഫ്റ്റ് ഉണ്ട്. അതിന്റെ മുമ്പേ ടൈഗറിനെ കാണും തോന്നുന്നു. അങ്ങനത്തെ കൊടും കാടാണ്. ഇല്ല, വഴിയാണെങ്കിൽ നാരോ ആണ്. ബാക്കി എല്ലാ ഫോറസ്റ്റിലും വഴിയും കുറച്ച് വീതി ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു വണ്ടി പോകേണ്ട സ്ഥലം മാത്രമേ ഉള്ളൂ. ആദമും ഫിൽസാവും കൂടി ഉറക്കത്തിലാണ്. അത് നല്ല വെറ്റൊക്കെ വിരിച്ചുറങ്ങാണ്. റോഡിലേക്ക് മണ്ണിടിക്കുന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ കൊടുംവനത്തിലൂടെ മുത്തോടി ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഭയാനകമായിട്ടൊന്നും ഫോറസ്റ്റ് തോന്നില്ലായിരിക്കാം. പക്ഷെ ഏതൊരാൾക്കും ഒറ്റക്ക് പോകാൻ മാത്രം ഭയപ്പെടുത്തുന്ന ഇരുട്ടും ആണ് ഈ ഫോറസ്റ്റിലുള്ളത്. മാത്രമല്ല ഈ ഫോറസ്റ്റിലെ താഴെ ഭാഗത്തോടു കൂടി ഭീമാകരമായ ഒരു നദിയും ഒഴുകി പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് ബാന്ദ്ര ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ സഫാരി പുറപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആൾക്കാരില്ല. അതായത് ശരിക്കും ഒരു ട്രിപ്പിൽ 7 പേരെങ്കിലും വേണം. അപ്പം ഞങ്ങളിപ്പം 3 പേരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ആൾക്കാർ വരുന്ന നോക്കാണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ സെപ്പറേറ്റ് ജീപ്പ് എടുത്തിട്ട് പോകണം. പക്ഷെ അതിന് നല്ല ചാർജ് ഉണ്ട്. അല്ലെങ്കിൽ ഒരാൾക്ക് അഡൽട്ടിന് 600 സംതിങ്ങേ വരുന്നുള്ളൂ. ജീപ്പ് എടുത്ത് പോവുകയാണെങ്കിൽ ഒരാൾക്ക് എനിക്ക് തോന്നുന്നു നല്ല റേറ്റ് വരുന്നുണ്ട്. മൊത്തം ജീപ്പിന് 4170 ഒക്കെയാണുള്ളത്. നമ്മുടെ ഭദ്ര ടൈഗർ റിസർവ് സഫാരി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിവിടെ നിന്നാണ് ശരിക്കും ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യുന്നത്. നമ്മളിപ്പം എൻട്രി ചെയ്തു. ഫോറസ്റ്റിലൂടെയാണ് യാത്ര. പക്ഷെ അവർ പറഞ്ഞത് ആനിമൽസിനെ കാണുന്ന ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല. 0% ചാൻസ് ആണ്. ലക്കാണ്. ചിലപ്പോൾ കാണാം, ചിലപ്പോൾ കാണാതിരിക്കാം. ഇതുവരെ ആകെ കണ്ടത് 2 മൈലിനെ മാത്രം. പിന്നെ ആന കുളിക്കുന്ന സ്ഥലവും വേറൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. വനത്തിന്റെ അകത്തോട്ടെത്തി. ഇനിയിപ്പോൾ ടൈഗറിനെ കാണാൻ ചാൻസ് ഉണ്ട്. നല്ല കൊടുങ്കാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭദ്ര കടുവ സംരക്ഷണ കേന്ദ്രത്തിന് ഈ പേര് ലഭിച്ചത് ഭദ്ര നദിയിൽ നിന്നുമാണ്. മുമ്പ് ഇതിന്റെ ചുറ്റളവിലുള്ള ഗ്രാമത്തിന്റെ പേരിലായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. അതായത് മുത്തോടി വന്യജീവി സങ്കേതം എന്നാണ്. 40 ഇനം സസ്തനികൾ, ഏകദേശം 250 ഇനത്തോളം പെട്ട പക്ഷികൾ, 20-ലധികം ഉരകങ്ങൾ, 50 ഇനം ചിത്രശലഭങ്ങൾ, 10 ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ എന്നിവയ്ക്ക് ഈ റിസർവ് ഫോറസ്റ്റ് ഒരു സങ്കേതമാണ്. അവയിൽ പലതും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നവയുമാണ്. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് 5.1 മീറ്റർ ചുറ്റളവും 32 മീറ്റർ ഉയരവുമുള്ള സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ തേക്ക് മരമായ ജാഗര ഭീമനും ഈ റിസർവിലുണ്ട്. ഇതിന് ഏകദേശം 400 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. യാത്രയുടെ ഇതുവരെ കുറച്ച് കാട്ടുപോത്തിൻ കൂട്ടങ്ങൾ, അതുപോലെ തന്നെ മാൻകൂട്ടങ്ങൾ, കുറെ മങ്കികൾ എന്നിവയെ വളരെ ദൂരെ നിന്നും മാത്രം കാണാൻ കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ മുമ്പിലേക്കാണ് പെട്ടെന്ന് ആ കൊടിയ ഭീകരൻ പ്രത്യക്ഷപ്പെട്ടത്. ഒന്നര മണിക്കൂറിൽ അധികം സമയമെടുത്ത ഭദ്ര ഫോറസ്റ്റിൽ കൂടിയുള്ള ഞങ്ങളുടെ ഈ യാത്രയിൽ നിരവധി മൃഗങ്ങളെയും പക്ഷികളെയും കുരങ്ങുകളെയും വളരെ അടുത്തും ദൂരെയുമായി കാണുവാൻ സാധിച്ചു. പക്ഷേ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും പറഞ്ഞിരുന്നു, ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടുവയെ കാണാം. പക്ഷേ ഭാഗ്യം ഞങ്ങളുടെ കൂടെ ആയിരുന്നില്ല. കടുവയെ ഞങ്ങൾക്ക് കാണുവാനും സാധിച്ചില്ല. എന്നിരുന്നാലും ഈ കൊടും വനത്തിലൂടെയുള്ള 1.5 മണിക്കൂർ യാത്ര ഞങ്ങൾക്ക് ഒരു വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ആദമിനും ഫിൽസയ്ക്കും. ഞങ്ങള് പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ കർണാടക യാത്രയിലെ 2ാം ദിവസത്തെ പര്യടനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഹോട്ടലിലേക്ക്. റോബുസ്റ്റ ഇൻ 103 റൂം. ചിക്കമാംഗ്ലൂർ ടൗണിൽ തന്നെയാണ് ഈ റോബുസ്റ്റ ഇൻ എന്ന ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ജെറി ഫാൾസിലേക്കുള്ള ആ ജീപ്പ് യാത്ര കാരണം അത്യാവശ്യം ക്ഷീണമുണ്ട്.
ഫുഡ് എന്തെങ്കിലും ഓൺലൈനിൽ ഓർഡർ ചെയ്യണം. അതിരാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. റൂമിൽ നിന്നൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പോഴേക്കും എല്ലാവരും റെഡിയായി വന്നു. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ എതിർവശത്തുള്ള വെജിറ്റബിൾ റെസ്റ്റോറന്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു. ഹോട്ടൽ ചെക്കൗട്ട് ചെയ്തു. 3-ാം ദിവസത്തെ യാത്ര ആരംഭിച്ചു. ടൗണിലെ പ്രഭാത കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതാണ്. ഓഫീസുകളിലേക്ക് തിരക്ക് പിടിച്ചു കൂടുന്ന കുറെ ഇരുചക്ര യാത്രികർ, സ്കൂൾ കുട്ടികൾ, കോളേജിലേക്ക് പോകുന്നവർ, മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വിൽക്കുവാൻ പോകുന്ന കർഷകർ. ആദ്യ ദിനം ആരംഭിക്കുന്നത് യാത്ര കോഫി മ്യൂസിയം സന്ദർശിച്ചുകൊണ്ട് ആകാമെന്ന് വെച്ചു. കാരണം കോഫികളുടെ നാടായ ചിക്ക്മാംഗ്ലൂർ വന്നിട്ട് ഇവിടം സന്ദർശിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് അർത്ഥമാണുള്ളത്? ചിക്ക്മാംഗ്ലൂർ കോഫി മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയിൽ നമ്മളൊരു കുറേ ആടുകളെ കണ്ട് നിർത്തിയതാണ്. ഇത് പോകുന്ന വഴി വെച്ചാൽ നല്ലൊരു ഓഫ് റോഡ് വഴിയാണ് പോകേണ്ടത്. അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല ആദമന ആടിനെ കണ്ടു. അപ്പോൾ അവന് നിർത്തിയിട്ട് അടുത്തുനിന്ന് കാണിച്ചു കൊടുത്തതാണ്. ചിക്കമാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം ഇന്ത്യൻ കാപ്പിയുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും സന്ദർശകരെ അറിയിക്കുവാനും വ്യാഖ്യാനിക്കുവാനും ബോധവൽക്കരിക്കുവാനും കോഫി ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഒരു സംരംഭമാണ്. ചിക്ക്മാംഗ്ലൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ് കോഫി യാത്രാ മ്യൂസിയം. ചിക്ക്മാംഗ്ലൂർ എന്ന് വെച്ചാൽ ലാൻഡ് ഓഫ് കോഫി എന്നറിയപ്പെടുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഫികൾ കിട്ടുന്നതും ഫിൽട്ടർ കോഫിയും ഡെസ്ക് കോഫിയും എല്ലാതരം കോഫിയും കിട്ടും. അതിൻ്റെ ഒരു മ്യൂസിയമാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. ആണ് കോഫി യാത്രാ മ്യൂസിയം. ഇവിടെ കോഫി സംബന്ധമായിട്ടുള്ള പല മെഷീൻസുമാണ് കാണാൻ പറ്റുന്നത്. എക്യുപ്മെന്റ്സും ബാരൽ, സാമ്പിൾ, റോസ്റ്റർ, അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയോ പോളിഷർ, കുറെ എക്യുപ്മെന്റ്സ് കാണാം. ഇതെന്താ അറിയോ? ഇത് കോഫി എക്കോസിസ്റ്റത്തില് പ്രധാനമായും കാണുന്ന കീടങ്ങളാണ്, പെസ്റ്റുകളാണ്, കീടാണുകളാ. അത് ബട്ടർഫ്ലൈസ്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വണ്ടെല്ലാം കണ്ട. ഈ പ്രദേശത്തെ കാപ്പിയുടെ ഉത്ഭവത്തെയും വളർച്ചയെയും കുറിച്ചുള്ള അവരുടെ മികച്ച ഡോക്യുമെന്ററി ഒന്ന് ഇരുന്ന് കാണേണ്ടത് തന്നെയാണ്. ഇതിൽ ഇന്ത്യയുടെ കോഫി മാപ്പ് കാണിക്കുന്ന രസകരമായ ചിത്രീകരണങ്ങളും സ്പെഷ്യാലിറ്റി കാപ്പികളുടെ വിശദാംശങ്ങളും കാണിക്കപ്പെടുന്നു. പരമ്പരാഗതമായി കാപ്പി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളായ കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒറീസ തുടങ്ങിയവയെക്കുറിച്ചും വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് 7 കാപ്പി വിത്തുകൾ കൊണ്ടുവന്ന പ്രശസ്ത മുസ്ലിം സൂഫി സന്യാസിയായ ബാബു ബുധാനെ കുറിച്ചുമുള്ള വിവരണങ്ങളും ഇവിടെ ലഭ്യമാണ്. നമുക്കിവിടെ നിന്ന് അവരുടെ ഏത് ഫ്ലേവർ കോഫി രുചിച്ചു നോക്കുവാനും അതുപോലെ തന്നെ വാങ്ങുവാനുള്ള അവസരവും ഈ മ്യൂസിയം ഒരുക്കുന്നുണ്ട്. You want both 2 flavors? ಇದು ಇದೆಯಾ ಬಾಬಾ ಬುಡನ್? Want to taste like dinner? ബാബാ ബുഡ കോഫി വിത്തൗട്ട് ചിക്കറിയാണ്. രുചിച്ചു നോക്കിയ കോഫികളിൽ ഓരോന്നും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ഞങ്ങളും വാങ്ങി കുറച്ച് കോഫി പൗഡറൊക്കെ. എന്നിട്ട് അവരുടെ അടുത്ത് ഞങ്ങൾ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ബൈ. ബൈ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. സോ നമ്മളങ്ങനെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ് ഇപ്പൊ നമ്മൾ പോയിട്ടുള്ളത് കോഫി ബോർഡ്. നമ്മളങ്ങനെ അവിടെ നാഗരത്നമ്മ അക്കേനെ കണ്ടു. ബരള കെയർ ഓഫിലാണ് ഞങ്ങൾ അവരെ പരിചയപ്പെട്ടത്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് കോഫിയൊക്കെ വാങ്ങിച്ച് ബൈ പറഞ്ഞു സന്തോഷത്തോടെ ഇറങ്ങി. 3-ാം ദിവസം ഉച്ചയോടുകൂടി ഞങ്ങൾ ചിക്ക്മാംഗ്ലൂരിൽ നിന്നും വിട പറഞ്ഞ് ഷിമോഗയിലേക്ക് പോവുകയാണ്. ഇനി ഷിമോഗയിലെ കാഴ്ചകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഷിമോഗയിലെ കൂടുതൽ രസകരമായ കാഴ്ചകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാത്തിരിക്കുക. അതുവരേക്കും ഗുഡ് ബൈ.